12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ദിവ്യരക്ഷിതാവേ, അവിടുന്ന് 2 കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. സ്വപുത്രനെ ക്രൂശിലേറ്റിയപ്പോൾ ഒരു നിമിഷം പതറിപ്പോയ ആ പരിശുദ്ധ അമ്മയുടെ ഹൃദയം പിളർന്നു പോകുന്ന അവസ്ഥ. എന്നാൽ ഹൃദയം പിളർക്കുന്ന വേദനയിലും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ തൻ്റെ മിഴി നിറഞ്ഞാൽ അത് തൻ്റെ മകൻ്റെ മനം തകരും, അത് ഒരിക്കലും പാടില്ല എന്ന ചിന്തയോടെ നിർവികാരയായി ദുഃഖം കടിച്ചമർത്തി മകനെ നോക്കി നിൽക്കുന്ന ഒരമ്മ. താൻ നെഞ്ചോട് ചേർത്ത് പാലൂട്ടി വളർത്തിയ തൻ്റെ മകൻ, അവൻ ഇന്ന് തന്നോടൊപ്പമില്ല. ഹൃദയത്തിലേക്ക് കുത്തിക്കയറുന്ന ദുഃഖത്തിൻ്റെ വാൾ. വേദന കടിച്ചമർത്തി നിൽക്കുന്ന അമ്മയെ മകൻ ദയനീയമായി നോക്കി. അവിടുന്ന് തൻ്റെ അമ്മയെ ലോകത്തിൻ്റെ അമ്മയായി നൽകിക്കൊണ്ട് യോഹന്നാനോട് മൊഴിഞ്ഞു, ഇതാ നിന്റെ അമ്മ. പിന്നീട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അമ്മേ മാതാവേ, അവിടുത്തെ പുത്രൻ മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോഴും ലോകത്തിന് നിന്നെ അമ്മയായി നൽകിയിട്ടല്ലേ പോയത്. പ്രാണനോളം സ്നേഹിക്കുന്ന തൻ്റെ അമ്മയെ ഈ ലോകത്തിന് നൽകാൻ തക്കവിധം ഈശോ പാപികളായ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇന്ന് ലോകത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, മക്കളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ട്. വൃദ്ധസദനങ്ങൾ, അമ്മത്തൊട്ടിലുകൾ എന്നിവ നിരനിരയായി കാണപ്പെടുന്ന കാലം. എന്നിരുന്നാലും അവിടുന്ന് യോഹന്നാനെ ഏൽപ്പിച്ചതുപോലെ ഹൃദയത്തിൽ നന്മയുടെ കിരണമുള്ള ഒത്തിരി യോഹന്നാന്മാർ ഇന്നും ഈ ലോകത്തിലുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവരെ സാന്ത്വനത്തോടെ ഏറ്റുവാങ്ങി നോക്കുന്ന മക്കൾ. അവിടുന്ന് ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ അന്ധകാരം നിറഞ്ഞു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ക്രൂശിതനായ എൻ്റെ ഈശോയെ, ലോകത്തിൻ്റെ പ്രകാശമായ അവിടുന്ന് ഇല്ലാത്ത അവസ്ഥ. ഓ, എത്ര ഭയാനകം! ഇന്നത്തെ യുവതലമുറ അവിടുത്തെ അറിയുന്നില്ല. ദൈവത്തെ നിഷേധിച്ചും ദൈവമില്ല എന്ന് വാദിച്ചും അവരുടെ ഉള്ളിലെ പ്രകാശമാകുന്ന ദൈവത്തെ അകറ്റി നിർത്തി അന്ധകാരമാകുന്ന പൈശാചിക ശക്തിയെ കൂട്ടുപിടിക്കുന്നു. ഏറ്റവും നീചമായ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അവർ അറിയുന്നില്ല നാഥ, തങ്ങൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്കാണ് വീഴുന്നതെന്ന്. ഓ ദിവ്യരക്ഷിതാവേ, രക്ഷാകരമായ അവിടുത്തെ കരം അവരുടെ നേരെ നീട്ടണമേ. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത അവിടുന്ന് ദൈവമില്ല എന്ന ചിന്തയാകുന്ന തിരശീല വെട്ടിക്കീറി സ്നേഹവും കരുണയും സത്യവുമായ അവിടുത്തെ അറിഞ്ഞു ജീവിപ്പാൻ വേഗത്തിൽ ഇടവരുത്തണമേ. ക്രൂശിതനായ യേശുവേ, ഇന്ന് ഞങ്ങൾ അതേ അവസ്ഥയിലാണ്. നന്മയ്ക്കും തിന്മയ്ക്കും നടുവിലാണ് നാഥ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം തിന്മയ്ക്കാണ്. എവിടെയും ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ. ജീവൻ നിലനിർത്തിക്കൊണ്ട് പണത്തിനു വേണ്ടി പൈതങ്ങളെ മൃഗീയമായി വേദനിപ്പിച്ച് ഉദരം പിളർന്ന് അവയവങ്ങൾ പറിച്ചെടുക്കപ്പെടുന്നു. എൻ്റെ നാഥ, അവിടുന്ന് അനുഭവിച്ചതോർക്കുമ്പോൾ ഇന്നും അതേ അവസ്ഥകൾ തന്നെയാണ് നടമാടുന്നത്. ക്രൂശിതനെ അന്ന് ക്രൂശിൻ ചുവട്ടിൽ അവിടുത്തെ മാതാവും സഹോദരങ്ങളും പൊട്ടിക്കരഞ്ഞില്ലേ? ഇന്ന് നടമാടുന്ന ഈ കൊലപാതകങ്ങളെ ഓർത്ത് മക്കൾ നഷ്ടപ്പെട്ട ഓരോ മാതാപിതാക്കളും മുറവിളി കൂട്ടുന്നു. മണ്ണിൽ വീണ ഈ പിഞ്ചു പൈതങ്ങളുടെ ചുടുനിണം അവിടത്തെ നോക്കി കേഴുന്നു. ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് കാരണമായ സകല ആസക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുത്തെ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ അവിടത്തോട് ചേർത്ത് നിർത്തണമേ. നാഥ, ഞങ്ങളിൽ ഓരോരുത്തരിലുമുള്ള പാപത്തിൻ്റെ അന്ധകാരത്തെ നീക്കി
വെണ്മയാർന്ന അവിടുത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ഈശോയെ, ഞങ്ങളെ ആത്മീയമായും മാനസികമായും ഭൗതികമായും പണിതുയർത്തണമേ. അങ്ങേ തിരുക്കിലാവിലെ തിരുരക്തം ഞങ്ങളുടെ പാപാവസ്ഥയിലേക്ക് തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമായ കുരിശിനെ പിതാവുമായുള്ള ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ അടയാളമായി നീ തീർത്തുവല്ലോ. കുരിശിൽ ഞങ്ങൾക്കായി മരണം മരിച്ചവനെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിനക്ക് ആരാധനയും സ്തുതിയും ഇന്നും എന്നേക്കും. ആമേൻ.